പ്രഭു ശ്രീരാമനെ 14 വർഷം വനവാസത്തിനായി അയക്കുമ്പോൾ മാതാ സീത ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഭർത്താവിനൊപ്പം പോകാമെന്ന് തീരുമാനിച്ചു. അവരെ സേവിക്കാനായി ലക്ഷ്മണനും കൂടെ ഉണ്ടായിരുന്നു. മൂവരും ലളിതമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് രാജഭവനം വിട്ട് വനത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ അവർ ചിത്രകൂടം എന്ന മനോഹരമായ സ്ഥലത്തെത്തി അവിടെ ഒരു ആശ്രമം കെട്ടി താമസിക്കുകയായിരുന്നു. ഈ സമയത്താണ് സഹോദരൻ ഭരതൻ അയോധ്യാവാസികളുമായി അവിടേക്ക് വരുന്നത്. പിതാവായ ദശരഥ മഹാരാജാവ് മരിച്ചെന്നും രാജ്യം അനാഥമായി കിടക്കുകയാണെന്നും ഭരതൻ ശ്രീരാമനെ അറിയിച്ചു. അയോധ്യയിലേക്ക് തിരികെ വരണമെന്ന് അദ്ദേഹം പ്രഭു ശ്രീരാമനോട് നിറ കണ്ണുകളോടെ അപേക്ഷിച്ചു. പക്ഷേ പിതാവിന് കൊടുത്ത വാക്ക് ലംഘിക്കാൻ പ്രഭു ശ്രീരാമൻ തയ്യാറായിരുന്നില്ല. അതോടെ ദുഃഖിതനായ ഭരതൻ പ്രഭു ശ്രീരാമന്റെ മരം കൊണ്ടുള്ള പാതുകകൾ, അതായത് മെതിയടികൾ ചോദിച്ചു വാങ്ങി. ഈ പാതുകകളെ സിംഹാസനത്തിൽ വെച്ച് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അയോധ്യയിലേക്ക് മടങ്ങി. ശേഷം പ്രഭു ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും യാത്ര തുടർന്ന് അത്രി മഹർഷിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ അനസൂയാദേവിയുടെയും ആശ്രമത്തിലെത്തി. അവിടെ വെച്ച് അനസൂയാദേവി മാതാ സീതയുടെ ഭക്തിയിലും വിനയത്തിലും ഏറെ സന്തോഷിച്ചു. അവർ മാതാ സീതയ്ക്ക് ഒരു ദിവ്യമായ സാരി സമ്മാനമായി നൽകി. തന്റെ കഠിനമായ തപസ്സിൽ സംപ്രീതനായ അഗ്നിദേവൻ അനസൂയാദേവിയെ അനുഗ്രഹിച്ച് നൽകിയതായിരുന്നു ആ അത്ഭുത വസ്ത്രം. ആ സാരിയുടെ പ്രത്യേകതകൾ അതൊരിക്കലും മുഷിയുകയുമില്ല, അതിൽ പൊടിയോ അഴുക്കോ പറ്റി പിടിക്കുകയുമില്ല, കൂടാതെ അതൊരിക്കലും കീറിപ്പോവുകയുമില്ല. മാതാ സീത വളരെ സന്തോഷത്തോടെയും ഭക്തിയോടെയും ആ ദിവ്യ സാരി സ്വീകരിച്ചു. വനവാസത്തിലെ 14 വർഷവും മാതാ സീത ധരിച്ചത് ആ ഒരൊറ്റ സാരിയായിരുന്നു. അതെപ്പോഴും പുതിയതുപോലെ ശോഭയോടെ കാണപ്പെട്ടു. മാതാ സീതയുടെ പരിശുദ്ധിക്കും പതിവ്രത ധർമ്മത്തിനും ഒരു ഉത്തമ ഉദാഹരണമായാണ് ആ ദിവ്യ വസ്ത്രത്തെ ഇന്നും കണക്കാക്കുന്നത്. മാതാ സീതയുടെ ദിവ്യ വസ്ത്രത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് സിയാറാം, ജയ് ശ്രീറാം.